നമ്മുടെ അടുത്ത് നിന്ന് ഷ്രിമ്പിനെ പർച്ചേസ് ചെയ്യുന്നവർക്കറിയാം, നമ്മൾ തിങ്കളാഴ്ച ഒറ്റ ദിവസം മാത്രമാണ് കൊറിയർ അയക്കുന്നത്. ഇതിൽ കുറേ പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞുതരാം. ശനിയാഴ്ച ഈവനിങ്ങിന് മുന്നേ ആയിട്ട് ഓർഡർ കൺഫേം ആക്കിയിട്ട് ഞായറാഴ്ച വൈകുന്നേരം ടാങ്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഫിഷിനെ ചൊവ്വാഴ്ച ബുധനാഴ്ച ആയിട്ട് കിട്ടുന്ന ഫിഷിനെ അതിനോട്ട് ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ഒരു മിസ്റ്റേക്ക് ആണ്. നിങ്ങൾ ഒരു 1 വീക്ക് എങ്കിലും ടാങ്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് പ്ലാന്റ്സ് ഒക്കെ ആഡ് ചെയ്ത് ചെറിയ ഗ്രോത്ത് ഒക്കെ ഉണ്ടെന്ന് ഉറപ്പാക്കിയിട്ട് മാത്രം മേടിക്കുക. വേറെ ഒന്നുമല്ല, ഈ ഫിഷിന് നിങ്ങളുടെ ടാങ്കിൽ സർവൈവ് ചെയ്യണമെങ്കിൽ എസെൻഷ്യൽ ആയിട്ട് കുറച്ച് ബാക്ടീരിയാസ് വേണം. അതേപോലെ തന്നെ ബയോഫിലിം കാര്യങ്ങളെല്ലാം ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവരെ ടാങ്കിലോട്ട് ആഡ് ചെയ്യുമ്പോൾ തന്നെ ഇവർക്ക് നല്ലൊരു ഫുഡ് കാര്യങ്ങളെല്ലാം നാച്ചുറലി കിട്ടും. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് മാത്രം ഫിഷിനെ ടാങ്കിലോട്ട് ആഡ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ വേറെ ആരുടെ നിന്നായാലും ഫിഷിനെ ഓർഡർ ചെയ്യുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. ഇപ്പൊ ഒന്നും ശ്രദ്ധിക്കാതെ ഒരു ടാങ്കിലോട്ട് നിങ്ങൾ നേരെ കുറച്ച് ഷ്രിമ്പിനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഫംഗസ് ഇഷ്യൂസ് വരാറുണ്ട്. ഇപ്പൊ ചിലരിപ്പം ഈ അടുത്തായിട്ട് നല്ല രീതിക്ക് കംപ്ലൈന്റ് പറയുന്നതാണ്, ആഡ് ചെയ്ത ടാങ്കിൽ കംപ്ലൈന്റ് അല്ല, അവർക്ക് വരുന്നൊരു ഇഷ്യൂ പറയുന്നതാണ്, ഫംഗസ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട് ഷ്രിമ്പിന്റെ ഹെഡിൽ എന്നല്ല. ഇത് ടാങ്കിന്റെ കണ്ടീഷൻ പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ ആ ഒരു ടാങ്ക് സെറ്റിൽ ആവാനായിട്ട് ഒരു 1 വീക്ക് 2 വീക്ക് ടൈം കൊടുക്കുക. നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല പേഷ്യൻസ് ഉണ്ട് കേട്ടോ. ഒരു ടാങ്ക് സെറ്റ് ചെയ്ത് അതിൽ പ്ലാന്റ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞ് അതിന് ഒരു 1 മന്ത് എങ്കിലും ഗ്രോ ചെയ്യാനുള്ള ടൈം കൊടുക്കും. അത് കഴിഞ്ഞിട്ടേ നമ്മൾ ഷ്രിമ്പിനെ ആഡ് ചെയ്യാറുള്ളൂ. അതിലോട്ട് ആഡ് ചെയ്യുമ്പോൾ ഓൾറെഡി കൊറിയർ കിട്ടുന്ന ഷ്രിമ്പ് സ്ട്രെസ്ഡ് ആയിരിക്കും. അത് ഈ ടാങ്കിലോട്ടാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഒരു 4-5 ദിവസത്തിൽ തന്നെ അതിന്റെ പീക്ക് കളറിലോട്ട് എത്തുട്ടോ. അവർ അത്ര ഹാപ്പി ആണെങ്കിൽ. പിന്നെ ഷ്രിമ്പിനെ ആഡ് ചെയ്യുന്ന വെള്ളത്തിന്റെ വാട്ടർ പാരാമീറ്റേഴ്സിനെ കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാവേ.